ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, മെയിൻ്റനൻസ് കൊടുക്കണമെന്നുണ്ട്. അത് നമുക്കറിയാം. എന്നാൽ ഈ ഭാര്യയ്ക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതുണ്ടോ വേണ്ട എന്നാണ് കേരളത്തിലെ ഒരു ഫാമിലി കോടതി പറഞ്ഞുള്ളത്. എന്നാൽ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനു മുമ്പായി ഈ കേസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഈ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു, അവർക്കൊരു പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി അമ്മയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാര്യയ്ക്ക് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്. അതിൽ മന്ത്ലി ഏകദേശം 21,000 രൂപ അവർക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാലറി മതിയാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ചെലവിന്. കാരണം കുട്ടിയുടെ പഠിത്തം, അതുപോലെ തന്നെ മറ്റു ചെലവുകൾ, അതുപോലെ തന്നെ ഇവര് ഒരു റെന്റ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അതിന്റെ റെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പൈസനെ കൊണ്ട്, ഈ ഒരു സാലറിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ ഭാര്യ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേസമയം ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരു ജോലി ഇല്ല, ഈ ഭർത്താവിന് ഒരു ജോലി ഇല്ല, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫാമിലി കോടതി ഭർത്താവിന് അനുകൂലമായിട്ട് വിധി വന്നിട്ടുള്ളത്. എന്നാൽ ഈ വിധിക്കെതിരായിട്ട് ഈ ഭാര്യ കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുകയും കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ടെമ്പററി ജോലി ഉണ്ട് എന്ന് വെച്ചിട്ട് മെയിൻ്റനൻസ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് നിർത്തലാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു പെർമനന്റ് ജോലിയാണെങ്കിൽ നമുക്ക് പിന്നെയും നോക്കാമായിരുന്നു. ടെമ്പററി ജോലി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ജോലി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതേസമയം കോടതിയിൽ ഈ ഭാര്യ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്യക്തിക്ക്, ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജോലി ഉണ്ടെന്നും 4 to 5 മാസമാണ് വർക്ക് ചെയ്യേണ്ടത്. കാരണം മെർച്ചന്റ് നേവിയിലാണ് ഈ വ്യക്തി വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ LICയിലെ ഇൻഷുറൻസ് ആയിട്ട് 25,000 രൂപ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ വർഷത്തിൽ 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ വരുമാനം ഉണ്ട് എന്നും കൂടി ഈ ഭാര്യ തെളിയിച്ചിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മെയിൻ്റനൻസ് എന്തായാലും കൊടുത്തേ പറ്റൂ, പ്രത്യേകിച്ച് ഒരു മോളും കൂടി ഉള്ളപ്പോൾ ആ മോളുടെ ചെലവും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കിയേ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോടതി പറഞ്ഞിട്ടുള്ളത്, കേരള ഹൈക്കോടതി ഈ എത്ര കൊടുക്കണം, അതായത് എത്ര മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കേരള ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല. കേരള ഹൈക്കോടതി പറഞ്ഞത് ഫാമിലി കോടതി അത് തീരുമാനിക്കും. ഫാമിലി കോടതിയിലേക്ക് പോവാം. ഫാമിലി കോടതി ഒരു 3 മാസത്തിനുള്ളിൽ എത്രയാണ് തുക, എത്ര എമൗണ്ട് ആണ് മെയിൻ്റനൻസ് ആയിട്ട് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഫാമിലി കോടതിയോടാണ് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.